പ്രിയമുള്ളവരെ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. വിശുദ്ധ വേദപുസ്തകത്തിൽ സമ്പത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആർക്കാണ് സമ്പത്ത് ലഭിക്കുന്നത്? സമ്പത്തിൻ്റെ ഉറവിടം ദൈവമാണ്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ധനവും മാനവും പുരാതന സമ്പത്തും ദൈവത്തിൻ്റെ പക്കലുണ്ട്. സദൃശ്യവാക്യം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അപ്പോൾ സമ്പത്ത് ഈ ഭൂമിയിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും സമ്പത്ത് ആവശ്യമാണ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈൽ വഴിയാണ്. ആ മൊബൈൽ വാങ്ങിക്കാൻ സമ്പത്ത് ആവശ്യമുണ്ടായിരുന്നു, പണം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പണം ആവശ്യമില്ലാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാ ജാതി മത വ്യത്യാസം തന്നെ എല്ലാവർക്കും പണം അല്ലെങ്കിൽ സമ്പത്ത് അത്യാവശ്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം സമ്പത്തില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സമ്പത്തില്ലാതെ ഒരല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാൻ പണം ആവശ്യമാണ്, ജീവിക്കാൻ പണം ആവശ്യമാണ്, ആരോഗ്യത്തിന് പണം ആവശ്യമാണ്, വീടിന് പണം ആവശ്യമാണ്. എല്ലാറ്റിനും പണം ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ സമ്പത്ത് എങ്ങനെ ഉണ്ടാകും എന്ന് ഉള്ള ഒരു ചോദ്യം വന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് വർദ്ധിക്കുന്നു, സമ്പത്തുണ്ടാകുന്നു എന്ന്. അവൾ ഉണ്ടായി വരുന്നതായ ഒരു നന്മയാണ് സമ്പത്ത്. ഉളവായി വരുന്നതായ ഒരു നന്മയാണ്. നമ്മൾ ആരും ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ വെറും കൈയായി ഭൂമിയിൽ വന്നു, വെറും കൈയായി ഈ ഭൂമിയിൽ നിന്ന് പോകും. നമ്മൾ നേടിയത്, നേടാൻ പോകുന്നത്, ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടേതല്ല, ദൈവം നമുക്ക് നൽകിയതായ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, ഞാനും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പുണ്യപ്രവൃത്തി കൊണ്ടോ, എൻ്റെ ആരോഗ്യം കൊണ്ടോ, എൻ്റെ എന്തെങ്കിലും ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല. ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, സൗഖ്യം തന്ന്, സമാധാനം തന്ന്, സന്തോഷം തന്ന് ഒരു ദിവസം കൂടി നമ്മളെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതോർത്ത് എന്നോടൊപ്പം ചേർന്ന് ദൈവത്തിനൊരു നന്ദി പറയണം. ഹല്ലേലൂയ. നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടാകണം. നന്ദിയുള്ളൊരു ഹൃദയം അല്ലെങ്കിൽ നന്ദിയുള്ളൊരു മനസ്സ് എല്ലായ്പ്പോഴും ഉണ്ടാകണം. എന്തിനെല്ലാം നന്ദി ഉണ്ടാകണം? ദൈവത്തോട് നന്ദി ഉണ്ടാകണം, മനുഷ്യരോടും നന്ദി ഉണ്ടാകണം. നമ്മളെ ഇന്നുവരെ കൊണ്ടുവന്നതായ, നമ്മളെ ഇന്നുവരെ ജീവിപ്പിച്ചതായ, നമ്മളെ ഇന്നുവരെ കൈത്താങ്ങിയതായ, നമുക്കൊരിറ്റു വെള്ളം തന്നതായ, നമ്മളെ സഹായിച്ചതായ, നമ്മളെ എടുത്തുകൊണ്ട് നടന്നതായ, നമ്മളെ നമുക്ക് ചെറുതും വലുതുമായ എന്തെങ്കിലും ഒരു നന്മ, ഒരു കടലാസ് കഷ്ണം തന്നിട്ടുണ്ടെങ്കിലും അതിന് ഒരു നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നന്ദിയുള്ളവരാകുക, മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവരാകുക. അപ്പോൾ നമുക്ക് ലഭിച്ചതായ ഈ സമ്പത്തെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരോട്, ഞെരുക്കം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്തുണ്ടാക്കുക എന്നുള്ളത്. ആ സമ്പത്ത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് വർദ്ധിക്കുന്നു. 2 തരം സമ്പത്തുകളെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, ഭൗമികമായ മണ്ഡലത്തിൽ ലഭിക്കുന്ന ഭൂമിയിലെ സമ്പത്ത്. അത് നാം ജനിച്ച നാൾ മുതൽ മരിക്കുന്ന നാൾ വരെ മാത്രമേ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. മരണത്തിന് ശേഷമുള്ള നിത്യജീവനിലേക്ക് പോകുമ്പോൾ, നിത്യതയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു നന്മയും കൊണ്ടുപോകാൻ കഴിയത്തില്ല, ഒരു നന്മയും അനുഭവിക്കുവാനും കഴിയത്തില്ല. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഭൗമിക സമ്പത്ത് ആവശ്യമാണ്. എന്നാൽ മരണത്തിന് ശേഷമുള്ള കോടാനുകൂടി സംവത്സരങ്ങൾ, നിത്യമായ സംവത്സരങ്ങൾ, അവിടെ ജീവിപ്പാൻ ആത്മീകമായ സമ്പത്ത് ആവശ്യമാണ്. ഭൗമിക സമ്പത്തിന് പുറമെ ആത്മീകമായ ദൈവവിഷയമായിട്ടുള്ള സമ്പത്ത്, ദൈവികമായിട്ടുള്ള സമ്പത്ത്, ദൈവികമായിട്ടുള്ള അധികാരങ്ങൾ, ദൈവികമായിട്ടുള്ള നന്മകൾ, ഇതെല്ലാം അടുത്തൊരു ലൈഫിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് സമ്പത്തുകളും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം നിലനിൽക്കുന്നതായ
സമ്പത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, പുഴുവും തുരുമ്പും നശിപ്പിക്കുന്നതായ, അല്ലെങ്കിൽ കള്ളനും വെട്ടുക്കിളിയും ഇതൊക്കെ നശിപ്പിച്ചു കൊണ്ടുപോകുന്നതായ ഭൂമിയിലെ നിക്ഷേപത്തെക്കാട്ടിൽ സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടി ശ്രദ്ധിക്കുക. സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി, സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, സ്വർഗീയമായ സമ്പത്തുകൾക്ക് വേണ്ടി നാം ഈ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പ്രതിപാദിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ സമ്പത്ത് അത്യന്താവശ്യമാണ്. എന്നാൽ സാധാരണപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഭൗമിക സമ്പത്താണ് ഏറ്റവും വലുത്. കാരണം ഇന്നത്തെ ദിവസം, ചിലർ പറയും, ഇന്നത്തെ ദിവസം ജീവിച്ചിട്ട് വേണം നാളത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പോൾ ഇന്ന് എനിക്ക് കരമടയ്ക്കാൻ പണമില്ല, അല്ലെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഫീസ് കൊടുക്കുവാൻ നിവർത്തിയില്ല, ഇന്ന് എൻ്റെ പുര മഴ ചോർന്ന് ഞാൻ കിടക്കാൻ നിവർത്തിയില്ല, ഇന്ന് മാറി കൊടുക്കാൻ ഒരു ഡ്രസ്സില്ല, ഇന്ന് ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോടാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന, ദാരിദ്ര്യത്തിൽ വേദനിക്കുന്നതായ പ്രിയപ്പെട്ടവരാണ് ഭൗമിക സമ്പത്തിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭൗമിക സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അവിടെ ബൈബിൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനും നികുതി കൊടുക്കുവാൻ പണമില്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ പത്രോസിനും നികുതി കൊടുക്കുവാൻ പണമില്ലാതെ ഭാരപ്പെട്ടു. അതെ, അപ്പോൾ പത്രോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്നപ്പോൾ പത്രോസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ചൂണ്ടലെടുത്തുകൊണ്ട് കടലിലേക്ക് പോകുക, നീന്റെ ചൂണ്ടയിൽ ആദ്യം കിട്ടുന്ന മീൻ്റെ വായെ പിളർന്നാൽ അവിടെ എനിക്കും നിനക്കും നികുതി കൊടുക്കുവാൻ ആവശ്യമായ പണം, അല്ലെങ്കിൽ ദ്രഹ്മ, അല്ലെങ്കിൽ പണം ഞാൻ അവിടെ കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് സമ്പത്തിനെ റൈസപ്പ് ചെയ്യുവാൻ കർത്താവ് അവിടെ പത്രോസിനോട് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വാതിലാണ്, ഒരു നന്മയാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറയാണ്. കർത്താവിന് എങ്ങനെ അറിയാം? കടലിൽ കിടക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ, ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായെ തുറന്നാൽ അവിടെ പണമുണ്ടാകുമെന്ന് കർത്താവിന് എങ്ങനെ അറിയാം? പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളോടൊരു ദൂത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മ റൈറ്റ് ടൈമിൽ എവിടെ നിന്ന് ലഭിക്കുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാനുണ്ട്. നിങ്ങൾ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിൽ ശ്രദ്ധ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ചില വിഷയങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവ് പറയുന്നു, അത് കർത്താവിൻ്റെ ടൈമിനനുസരിച്ച്, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ഇടുന്ന ചൂണ്ടയിൽ ചില നന്മകൾ അത് വെളിപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. എന്ന് പറഞ്ഞാൽ, നീ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ നിനക്ക് നന്മ തരുവാൻ, നിനക്ക് വഴികൾ തുറന്നു തരുവാൻ, നിനക്ക് വാതിലുകൾ തുറന്നു തരുവാൻ കർത്താവിന് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട. കർത്താവ് ഇങ്ങനെ സ്പെസിഫിക്കായിട്ട്, പ്രിസൈസായിട്ട് കർത്താവിന് ഇങ്ങനെ ഒരു കാര്യം നിവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ, അന്ന് നിവർത്തിച്ചെങ്കിൽ ഇന്നും കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. അവൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഞെരുക്കമോർത്ത് സമാധാനം കെട്ടുകിടക്കുന്ന, നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ പറയുന്നു, നിനക്ക് സമ്പത്തിനെ നൽകി തന്ന് നിനക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അവിടെ ഭൗതികമായ ഒരു മണ്ഡലമാണ് അവിടെ തുറന്നു കൊടുത്തത്. അതുവരെയും ചരിത്രത്തിൽ പച്ചവെള്ളം വീഞ്ഞായ ചരിത്രം ബൈബിളിലും കാണുന്നില്ല, പച്ചവെള്ളം വീഞ്ഞായിട്ട് കാണുന്നില്ല. എന്നാൽ പച്ചവെള്ളത്തിൻ്റെ ആ കളറിനെ മാറ്റി, രുചിയുടെ സ്വഭാവത്തെ മാറ്റി, അതിനെ ഒരു വീഞ്ഞിൻ്റെ സ്വഭാവമാക്കി മാറ്റുവാൻ കർത്താവിനവിടെ ഞൊടി നേരം കൊണ്ട് കഴിഞ്ഞു.
അതുപോലെയാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാനൊരു ദൂതുണ്ട്. നിന്റെ ജീവിതത്തിലെ അതേ ആർക്കും വേണ്ടാത്തതായ എന്ന് പറഞ്ഞാൽ നിനക്ക് യാതൊരു ചിന്തിക്കാൻ പോലും കഴിയാത്തതായ കാര്യങ്ങളെ മഹത്വകരമായ ഒരു കാര്യമാക്കി മാറ്റുവാൻ, വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. തിരുവചനം എന്താ പറയുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിലെ 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പൊ സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി ദൈവം തരും. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി ദൈവം തരും. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, ബട്ട് യു ഷാൽ റിമെമ്പർ ദ ലോർഡ് യുവർ ഗോഡ്, for it is he who is giving you power to make wealth, that he may confirm his covenant which he swore to your fathers as it is this day. ഇന്ന് ശക്തി തന്ന്, ഇന്ന് നിനക്കൊരു കൃപ തന്ന്, ഇന്ന് നിനക്ക് അധ്വാനിപ്പാനുള്ള ഒരു ശക്തി തന്ന്, നിനക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, നിന്റെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ, നിന്റെ കടബാധ്യതകളെ നീക്കിക്കളയുവാൻ, നിന്റെ ഞെരുക്കങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശക്തി തരുവാൻ വിശ്വസ്തനാണ്. അപ്പോൾ എത്ര പേർ കർത്താവെ സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി ഇസ്രായേൽ ജനത്തിന് കൊടുത്തെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലിനും സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ പച്ചവെള്ളം വീഞ്ഞാക്കിയത് വലിയൊരു സമ്പത്തിൻ്റെ പ്രവൃത്തിയല്ലേ? ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അല്ലേ? പച്ചവെള്ളം അതെന്ന് വെച്ചാൽ വീഞ്ഞ് തീർന്ന് ഒരു ലിറ്റർ വീഞ്ഞിൻ്റെ വില നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണത്തിന് കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പുതുവീഞ്ഞ് കൊടുക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് എത്ര വലുതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് അതേ ഒരു സാമ്പത്തിക വർധനവല്ലേ? ഹല്ലേലൂയ. അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് 100 രൂപ വെച്ച് കൂട്ടിയാലും 5000 പുരുഷന്മാർ വേണ്ടുവോളം ഭക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടിക്കോ എത്രമാത്രം സമ്പത്ത് റിലീസ് ചെയ്തോടെ. എന്നിട്ട് കൊട്ടയും വട്ടിയും നിറച്ചുകൊണ്ട് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോൾ സമ്പത്ത് ആവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പോകുന്നവനല്ല, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും പ്രാർത്ഥിയില്ലേ എന്ന് പറഞ്ഞു പോകുന്നവനല്ല. പിന്നെയോ നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ, നിന്റെ സമർപ്പണത്തിന് മുമ്പിൽ വാതിലുകൾ തുറക്കുവാൻ, അത്ഭുതങ്ങൾ തുറക്കുവാൻ, അത്ഭുത പ്രവർത്തികളെ നിന്നെ കാണിക്കുവാൻ, അതിന് ശക്തി തരുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ കർത്താവിനോട് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൂത് ഇതാണ്: സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരും എന്ന് പറഞ്ഞാൽ നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ബിസിനസ് ഇടപാടുകളിൽ, നിന്റെ ഏതെല്ലാം സമ്പത്തുണ്ടാക്കാനുള്ള വഴികൾ നിന്റെ മുമ്പിലുണ്ടോ അതെല്ലാം ഓപ്പൺ ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ, ഹാഗാറിൻ്റെയും മകൻ്റെ മുമ്പിൽ ഉറവ അവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ മുമ്പിൽ ഉറവ തുറന്നത് അവർ കണ്ടു. അവരുടെ മുമ്പിൽ വെള്ളത്തിൻ്റെ ഒരു ഉറവ തുറന്നത് അവർ കണ്ടു. ഇതുപോലെ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ നന്മ നമ്മുടെ അരികിൽ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ കാണാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കണ്ണുകൾ തുറന്ന് ആ നന്മ കാണുവാനുള്ള കഴിവ് തരുന്നവനാണ് ദൈവം. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ആ ചൂണ്ടലിട്ട് പത്രോസിന് പറഞ്ഞു, ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായ തുറന്നാൽ നിനക്ക് കിട്ടും, സ്നേഹിതി കൊടുക്കാനുള്ള പണം നിനക്ക് കിട്ടും. ഇതുപോലെ അതെ പർട്ടിക്കുലറായിട്ടുള്ള സബ്ജക്റ്റിലും സ്പെസിഫിക്കായിട്ട് അല്ലെങ്കിൽ പ്രിസൈസായിട്ട് കർത്താവിന് നിനക്ക് വേണ്ടി, മറ്റാർക്കും കൊടുത്തില്ലെങ്കിലും നിനക്ക് വേണ്ടി വഴികൾ തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് എന്ന് പറയുന്ന, ഇന്ന് നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ദൂത് ഇതാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ അനുസരിക്കുക, ദൈവത്തിൽ ആശ്രയം വെക്കുക, അവനിൽ വിശ്വാസമുള്ളവരായി ജീവിക്കുക, അവനോടൊപ്പം പറ്റി നിൽക്കുക, അവൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുക, അവൻ്റെ വചനം വിശ്വസിക്കാൻ തുടങ്ങുക, അവനെ നാം അനുസരിക്കാൻ തുടങ്ങുക. അങ്ങനെ നാം അനുസരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ പിന്നാലെ നന്മയുടെ വാതിലുകൾ തുറന്നു വരും.
അത് ഈ ഭൂമിയിലെ സമ്പത്താണ്. എന്നാൽ നിത്യമായ സമ്പത്ത് എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിൽ ലഭിക്കുന്നതാണ്. ഈ ഭൂമിയിലെ എല്ലാ സമ്പത്തും വിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് പോകും. വെറും താൽക്കാലികം മാത്രമാണ് ഈ ഭൂമിയിലെ സമ്പത്ത്. നിത്യമായ വാടാത്ത കിരീടം, ജീവകിരീടം, അതേ തേജസ്സിന്റെ കിരീടം, ഇങ്ങനെ ധാരാളം കിരീടങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സമ്പത്താക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ശിഷ്യന്മാരടുത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നു അവർക്കാണ് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനും ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുവാനുള്ള അധികാരവും അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ധാരാളം ആത്മിക സമ്പത്തുമുണ്ട്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭൗതിക സമ്പത്ത് ആവശ്യമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണോ? വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ അത് പൂർണ്ണമായിട്ട് തീർത്തു തരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ ഞെരുക്കങ്ങൾ, നിങ്ങളുടെ എന്തെല്ലാം സാമ്പത്തിക മണ്ഡലത്തിലുള്ള ദാരിദ്ര്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റി തരുവാൻ ദൈവവിശ്വസ്തനാണ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ, നാം ചിന്തിച്ചത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുകൾ ഉണ്ടാകുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഉള്ളവൻ ഏവനും ലഭിക്കുന്നു, അവന് സമൃദ്ധിയും ഉണ്ടാകുന്നു. ഇല്ലാത്തവന്റെ കയ്യിനോട് എടുത്ത് ഉള്ളവന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല കർത്താവ്. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല. ആമേൻ. അതെ, 1 താലന്തുള്ളവൻ 1 കൂടി നേടുക, 5 താലന്തുള്ളവൻ 5 കൂടി നേടി, അതെ 3 താലന്തുള്ളവൻ 3 കൂടി നേടി. വർധനവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ, എന്നും അതെ ഞാനത് കൊണ്ടുപോയി കുഴിച്ചിടും. 1 താലന്തുള്ളവൻ കൊണ്ടുപോയി എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. അവനെ വിളിച്ചത് മഠയൻ, മൂടൻ. ഹല്ലേലൂയ. അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞെന്നാണ് അവിടെ പറഞ്ഞത്. ഒന്നിനും കൊള്ളാത്തവനായിട്ട് അവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ നിനക്കൊരു വർധനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു വർധനമാണ്. ആമേൻ. സമ്പത്തിലൊരു വർധനം ഉണ്ടാകട്ടെ, അതേ ആരോഗ്യത്തിലൊരു വർധനം ഉണ്ടാകട്ടെ, സമാധാനത്തിലൊരു വർധനം ഉണ്ടാകട്ടെ, സന്തോഷത്തിലൊരു വർധനം ഉണ്ടാകട്ടെ. ഇതെല്ലാം സമ്പത്താണ്. സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമ്പത്താണ്. സന്തോഷമില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് പ്രയോജനം? ആരോഗ്യം ഇല്ലെങ്കിൽ കോടാനുകൂടി സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു ആഹാരം കഴിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ ഇതെല്ലാം ആരോഗ്യം തരുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യവും രോഗശാന്തിയും വരുത്തും. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു ബാധയും വ്യാധിയും നിങ്ങളുടെ മേൽ വരുത്താതെ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവരോട് അതെ 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യം വിട്ട് വ്യാപരിക്കുന്ന, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ, നിറവുണ്ടാകട്ടെ, സന്തോഷത്തിൻ്റെ നിറവുണ്ടാകട്ടെ, സമൃദ്ധിയുടെ നിറവുണ്ടാകട്ടെ, അത് ആരോഗ്യത്തിൻ്റെ നിറവുണ്ടാകട്ടെ, സമ്പത്തിൻ്റെ നിറവുണ്ടാകട്ടെ. വാതിൽ തുറക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് നിങ്ങൾക്ക് അത് സന്തോഷമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ കമൻ്റ് ഇടുവാൻ മറക്കരുത്. അത് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അത് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.